ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടാൽ അറിയാം, ചക്ക കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ചക്ക കൂട്ടാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് നോമ്പിൻ്റെ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്ത് ഞാൻ അയക്കാം സമയമില്ലാഞ്ഞിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ നോമ്പിൻ്റെ മുന്നേ ചക്ക കിട്ടിയപ്പോൾ നോമ്പാകുമ്പോൾ എന്തായാലും ഉണ്ടാക്കാനൊന്നും കഴിയില്ല, സമയം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ മുന്നേ ചക്ക കൂട്ടാൻ വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടാക്കാൻ വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ട് ചക്ക. അപ്പോൾ അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ. നല്ല വരിക്കച്ചക്കയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പച്ചനെ കഴിക്കാൻ. അപ്പോൾ ഞാനിതാ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഇതൊക്കെ അരിഞ്ഞ് ഓരോ ചക്കൻ്റെ ഓരോ ഇതിലെടുത്ത് ഇങ്ങനെ പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചക്ക കൂട്ടാൻ ഉണ്ടാക്കി നോക്കിനോ, ഇതുപോലെയാണോ ഉണ്ടാക്കൽ എന്നൊക്കെ നോക്കണം. ഞാൻ ഉണ്ടാക്കുന്ന ചക്ക കൂട്ടാൻ ഇങ്ങനെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് വേണം, മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഹൃദയം നിറഞ്ഞ് നന്ദി. അപ്പോൾ ഞാനിതാ ചക്ക ഓരോ കഷ്ണങ്ങളാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം കഴുകി എടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം, കുറച്ച് മതി കേട്ടോ. ഇതിനുള്ള കളറ് മാറാനുള്ളത് മാത്രം മതി കേട്ടോ. അങ്ങനെ ഇതാ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. ചക്ക മുഴുവനായിട്ട് കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്തോളൂ കേട്ടോ. മറ്റേത് അടുപ്പത്താകുമ്പോൾ കുറച്ച് നേരം വേണ്ട. അപ്പം ഞാനൊരു വൈകുന്നേരം ആകുമ്പോൾ ഉണ്ടാക്കി മക്കളെ സ്കൂളിൽ വരുമ്പോൾക്ക് കൊടുക്കാൻ വിചാരിച്ചിട്ട് കേട്ടോ. അവർക്ക് ചക്കൊന്നും വലിയ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക കൂട്ടാൻ. ജിനുമോൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ചക്ക കൂട്ടാൻ. പിന്നെ ചൂടുള്ള ചായയും ചക്ക കൂട്ടാനും കൊടുത്തപ്പോൾ കുറച്ച് കഴിച്ചിട്ടോ. അപ്പോൾ ഇതാ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം കുക്കർ അടിച്ച് വെച്ചൊന്ന് വേവിക്കാം. പിന്നെ അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. തേങ്ങ, കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അതായത് 4 ചെറിയ ഉള്ളിയും 4-5 ഇതളി വെളുത്തുള്ളിയും 2-3 പച്ചമുളകാണ് ഇട്ടത്. അപ്പോൾ പിന്നെ വലിയ ജീരകമാണ് കേട്ടോ. ചെറിയ ജീരകം ഇടുന്നവരുണ്ട്, ഞാൻ വലിയ ജീരകമാണ് ഇട്ടത്, ചെറിയ ജീരകം ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാ ഇത് മൊത്തം ഒന്ന് അരച്ച് കൊണ്ടുവരിക കേട്ടോ. നല്ലോണം ഫൈനായിട്ട് അരിയണ്ട, ഒന്ന് ഒതുക്കി കിട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് ചക്കക്കൂട്ട വെന്തതിന് ശേഷം അതിലിട്ട് മിക്സ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് അരച്ച് കൊണ്ടിട്ടെ. അപ്പോൾ ഇതാ അരച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അരച്ചതിന് ശേഷം ഞാൻ ചക്കക്കൂട്ടാനിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വെന്തിട്ടുണ്ട് കേട്ടോ ചക്കക്കൂട്ടാൻ, നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല ഉടഞ്ഞ് നിൽക്കുന്ന ചക്കക്കൂട്ടാനാട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഉണ്ടാക്കിയപ്പോൾ. ഞാൻ കുറച്ചുണ്ടാക്കിയത്, എന്താണെന്നറിയില്ല, ഞാൻ കുറച്ചുണ്ടാക്കിയാൽ നമ്മളെന്ത് സാധനമാണ് കുറച്ചുണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റേക്ക്. കുറേ ഉണ്ടാക്കിയാൽ കുറച്ചും കൂടി ഉണ്ടാക്കിയാൽ മതിയെന്ന് തോന്നും. അപ്പം ആർക്കും വേണ്ടി വരില്ല അല്ലേ. അപ്പോൾ ഇതാട്ടോ ചക്കക്കൂട്ടാൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.